CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം നൽകുന്ന രണ്ട് അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടുമെന്നും കൂടാതെ ദിമിത്രിയോസിനെ സ്വന്തമാക്കാൻ വേണ്ടി നിലവിൽ കൂടുതൽ ക്ലബ്ബുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നോഹ സദൂയെ കുറിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ ആശാനെ കുറിച്ചാണ്. നമുക്കറിയാം ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് ഇവാൻ ആശാൻ വന്നതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങിയത്. ആശാൻ വന്നതിന് ശേഷമുള്ള എല്ലാ സീസണുകളിലും ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ട്വിറ്ററിലൊക്കെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ISLന്റെ 10ാം സീസൺ അവസാനിക്കുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് സ്ഥാനമൊഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിലവിൽ യൂറോപ്യൻ ടോപ്പ് ഡിവിഷനിൽ ടീമുകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന് കുറേയധികം ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് നിലവിൽ 2 ISLലെ പരിശീലകന്മാർക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ISL സീസൺ കഴിഞ്ഞാൽ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും ആശാൻ വിട പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നമുക്കറിയാം ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവന്ന വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ഇത്രയും വലിയ സ്ഥാനത്ത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എത്താൻ കാരണം എന്നുള്ളത്. പണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ISLന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം പോലും ഇവാൻ വുക്കോമാനോവിച്ച് നിറവേറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നത് തന്നെയാണ്. ഇനി ഏതായാലും നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയിൽ നിന്നും നോഹ സദു എന്ന സൂപ്പർ താരത്തെ അടുത്ത സീസണിലേക്ക് വേണ്ടി ടീമിലേക്ക് എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ നോഹ സദുയെ സ്വന്തമാക്കാൻ വേണ്ടി ISLലെ തന്നെ ക്ലബ്ബുകളായ ഒഡീഷ FCയും ചെന്നൈയിൻ FCയും കൂടാതെ മറ്റു ക്ലബ്ബുകളുമൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്ന് സംശയം തന്നെയാണ്. കൂടാതെ അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളുകളായിട്ടും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഒരു താരമാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്നുള്ളത്. നിലവിലേതായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ഗ്രീക്ക് സൂപ്പർ താരത്തെ ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സുമായുള്ള ദിമിയുടെ കരാർ അവസാനിക്കുന്നതാണ്. ഏതായാലും നിലവിൽ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനുള്ള യാതൊരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതിന് കാരണം എന്നുള്ളത് ഇത്രയും കാലമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ദിമിത്രിയോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഏതായാലും ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമുക്കൊരു കൂട്ടപ്പടിയിറക്കം തന്നെ പ്രതീക്ഷിക്കാം. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗോൾ കീപ്പർമാരായ കരൺജിത് സിംഗും കൂടാതെ തന്നെ നിലവിൽ 3ാം ഗോൾ കീപ്പറായിട്ടുള്ള ലാറ ശർമ്മയും ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കരൺജിത് സിംഗ് ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിരമിക്കുന്നതാണ്. കൂടാതെ ലാറ ശർമ്മയാണെങ്കിൽ ലാറ ശർമ്മയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയ അവസരങ്ങളൊന്നും ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചാബ് FC താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടുതൽ ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.